ITIയിൽ SFI KSU സംഘർഷം വലിയ രീതിയിലുള്ള അക്രമത്തിലേക്ക് മാറിയതിനെ തുടർന്ന് പോലീസ് ഈ പറഞ്ഞ അക്രമം നടത്തിയ വിദ്യാർത്ഥികളെ അടക്കം ലാത്തികൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം. 3 പഞ്ചായത്തുകൾ LDFിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ, പാലക്കാട്, തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. ആന്റണി ജെ ജോർജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDFന്റെ ഈ നേട്ടം എന്ന് പറയാവുന്ന സവിശേഷമായിട്ട് എടുത്തു കാണിക്കാവുന്ന, പ്രത്യക്ഷത്തിൽ UDFന് മുന്നേറ്റം എന്ന് പറയാവുന്ന നേട്ടമാണോ ആന്റണി ജെ ജോർജ്? തീർച്ചയായും UDFനെ സംബന്ധിച്ച് LDFുമായി നോക്കുമ്പോൾ ഒരു ആശ്വാസകരമായ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 3 ഇടങ്ങളിൽ ഭരണം പിടിക്കാൻ UDFന് സാധിച്ചു എന്നുള്ളതാണ്. ഭരണം തിരിച്ചു പിടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നുള്ളത് പാലക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ നേരത്തെ 15 അംഗ ഭരണസമിതിയിൽ 7 എന്നുള്ളതായിരുന്നു അംഗനില. LDFന് 7, UDFന് 7, ഒരു സ്വതന്ത്രൻ. ഈ ഒരു സ്വതന്ത്രന്റെ ബലത്തിലായിരുന്നു LDF ഈ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അതിൽ ഇപ്പോൾ ആ 4ാം വാർഡിൽ അവിടെ ഉണ്ടായിരുന്ന നിലവിലെ LDFന്റെ അംഗം CPI-യിൽപ്പെട്ട ആൾ BJPയിലേക്ക് പോയതോടുകൂടി അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു. ആ വാർഡ് ഇപ്പോൾ UDF വിജയിച്ചിരിക്കുകയാണ്. ഇതിലൂടെ 8 അംഗങ്ങളാണ് UDFനുള്ളത്. അതിലൂടെ ഭരണം UDFിലേക്ക് വരുന്നു പാലക്കാട് തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ. അതുപോലെ തന്നെ നാട്ടികയിലും അങ്ങനെ തന്നെയാണ്. നാട്ടികയിലും UDF വിജയിച്ചതോടുകൂടി അവിടെയും ഭരണം UDFന് ലഭിക്കുകയാണ്. അവിടെ UDF സ്ഥാനാർത്ഥി K. ബിനു ആണ് ജയിച്ച് കയറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലും ഇപ്പോൾ UDFന് ഭരണം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 3 ഇടങ്ങളിൽ ഭരണം പിടിക്കാൻ UDFന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ സീറ്റ് നില 31 ഇടങ്ങളിലാണ് നിലവിൽ ഈ വോട്ടെടുപ്പ് നടന്നത്. അത് എടുക്കുമ്പോൾ 14 ഇടത്ത് നിലവിൽ ഇപ്പോൾ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരുമ്പോൾ 14 ഇടത്ത് UDF ജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 11 ഇടത്താണ് LDFന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. NDA 2 ഇടങ്ങളിലും ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. UDF ഇപ്പോൾ 2 ഇടങ്ങളിൽ ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ. അതേസമയം ചിലയിടങ്ങളിൽ UDFന്റെ സീറ്റ് BJP പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ UDFന്റെ സീറ്റ് LDF പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഒന്നുള്ളത് നിരണം പഞ്ചായത്തിലെ കിഴക്കുംമുറി എന്ന വാർഡ് അത് LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. കോൺഗ്രസിലെ മാത്യു ബേബി അവിടെ 214 വോട്ടുകൾക്കാണ് വിജയിച്ചത്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അത് ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന വാർഡാണ്. കോന്നി ബ്ലോക്ക് പഞ്ചായത്തിലെ ഇളകൊള്ളൂർ ഡിവിഷൻ. ഇവിടെ UDFന് ആശ്വസിക്കാം, അവിടെ UDF നിലനിർത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ UDF കോന്നി പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം വരെ മാറാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അവിടെ അത് UDFന് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോന്നിയെ സംബന്ധിച്ച് ഉള്ളത്. ചടയമംഗലം, കൊല്ലം ജില്ലയിലെ ചടയമംഗലം പഞ്ചായത്തിലെ CPMന്റെ പൂങ്കോട് എന്നാണ് വാർഡിന്റെ പേര്. അവിടെ CPIMന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് UDF പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കൊല്ലം വെസ്റ്റ് കരട പഞ്ചായത്തിലെ നടുവിലക്കര വാർഡ് അത് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് LDF പിടിച്ചെടുത്തിട്ടുണ്ട്. CPIMലെ സിന്ധു 92 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചു കയറിയത്. അവിടെ മറ്റൊരു പ്രത്യേകത, BJP അവിടെ 2ാം സ്ഥാനത്തെത്തി. നിലവിൽ അവിടെ ആ വാർഡ് കൈവശം വെച്ചിരുന്ന UDF അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതേസമയം പന്തളം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലന വാർഡ് UDF നിലനിർത്തിയിട്ടുണ്ട്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ കഞ്ഞിക്കുഴി വാർഡ് UDFന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൊല്ലം തേവലക്കര പഞ്ചായത്തിലെ കോയിവിള തെക്ക് UDF സിറ്റിംഗ് സീറ്റ് UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് LDF കൊല്ലം തേവലക്കര പഞ്ചായത്തിലെ കോയിവിള എന്ന വാർഡ് അത് UDFിൽ നിന്ന് LDF പിടിച്ചെടുത്തു. അതുപോലെ തന്നെ തേവലക്കര പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു വാർഡ് പാലക്കൽ വടക്ക്, അവിടെ LDFന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മുന്നേറ്റം UDFന് തന്നെയാണ്. LDFന്റെ സീറ്റുകൾ പരസ്പരം പിടിച്ചെടുക്കുമ്പോൾ പോലും 3 പഞ്ചായത്തുകളിൽ ഭരണം ഉറപ്പിക്കാൻ UDFന് സാധിക്കുന്നു. മാത്രമല്ല ഈ 31-ൽ കൂടുതലിടങ്ങളിൽ സീറ്റുകൾ നേടാനും UDFനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്.
ശരി, ആന്റണി ജിസ് ജോർജ് ആണ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ നേട്ടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇപ്പോൾ നൽകിയത്. 3 പഞ്ചായത്തുകൾ LDF-ൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നു UDF. ആ പഞ്ചായത്തുകൾ എന്ന് പറയുന്നത് തൃശൂർ നാട്ടിക, ഇടുക്കി കരിമണ്ണൂർ, പാലക്കാട് തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വ്യക്തമാക്കുകയായിരുന്നു ആന്റണി ജിസ് ജോർജ്. കണ്ണൂർ തോട്ടടയിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരിക്കുന്നു. നിരവധി വിദ്യാർത്ഥികളെ പോലീസ് ലാത്തി കൊണ്ട് അടിച്ചിരിക്കുന്നു. ചില വിദ്യാർത്ഥികളുടെ മുഖം പൊട്ടി ചോര വലിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ തോട്ടട ITIയിൽ കൊടി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് KSU SFI സംഘർഷമുണ്ടായി. ആ സംഘർഷം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് ഈ വിഭാഗത്തെയും വിദ്യാർത്ഥികളെ ലാത്തി കൊണ്ടടിച്ച് ഓടിച്ചത്. ഇപ്പോൾ പ്രശ്നം തൽക്കാലത്തേക്ക് ശമിക്കുന്നു എന്ന് തോന്നലുണ്ടായിട്ടുണ്ടെങ്കിലും സംഘർഷാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് പരസ്യ ചിത്രീകരണത്തിനിടെ യുവാവിനെ ഇടിച്ച ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ല എന്ന് വെള്ളയിൽ പോലീസ് ഇൻസ്പെക്ടർ ബൈജു K. ജോസ് പറയുന്നു. വാഹനമോടിച്ച സാബിത്തിനെ കസ്റ്റഡിയിലെടുത്തുവെന്നും മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൂടത്തിലുണ്ടായിരുന്ന ബെൻസ് G-വാഗൺ വണ്ടിക്ക് തെലങ്കാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ വണ്ടിക്ക് ടെക്നിക്കലി അതിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ആ ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ടാണ് വാഹനം ഓടിച്ച 2 ആളുകളും ഈ വാഹനം ഡിഫൻഡർ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് ആദ്യം അന്വേഷണത്തിൽ പോലീസിനോടും മറ്റ് ഹോസ്പിറ്റലിലും ഒക്കെ പറഞ്ഞിരുന്നത്. 2 വണ്ടിയുടെയും ഡ്രൈവർമാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ സാബിത്ത് എന്നുള്ള ഈ 999 ഓട്ടോമോട്ടീവിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ആൾ തന്നെയാണ് ബെൻസ് G-വാഗൺ ഓടിച്ചിരുന്നതെന്നും ആ ബെൻസ് G-വാഗൺ ഇടിച്ചിട്ടാണ് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായിട്ടുണ്ട്. നിലവിൽ ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അത് പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും വണ്ടി പരിശോധിക്കാനുണ്ട്. അതിനുശേഷം മറ്റു നടപടി സ്വീകരിക്കണം. റിയാസ് KM ചേരുന്നു. റിയാസ് KM, ഈ അപകട വാർത്ത വലിയ രീതിയിൽ ആദ്യം ശ്രദ്ധ നേടിയിരുന്നു. റീൽസ് ചിത്രീകരണം എന്ന വാക്ക് വന്നതുകൊണ്ട് വാസ്തവത്തിൽ അത് റീൽസ് ചിത്രീകരണമായിരുന്നില്ല. ആ യുവാവ് അയാളുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് അയാളുടെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്തു. അതിനു വേണ്ടിയുള്ള ചിത്രീകരണമായിരുന്നു. ആ ചിത്രീകരണത്തിനിടയിൽ അപകടം പറ്റിയിരിക്കുന്നു. ഇപ്പോൾ അതിന് പുതുതായി വന്നിരിക്കുന്ന വാർത്ത ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ വണ്ടി ഓടിച്ച വ്യക്തിക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തിരിക്കുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള തുടർച്ച ഈ വാർത്തയ്ക്ക് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. അതായത് ഈ